നമസ്കാരം സുഹൃത്തുക്കളെ. സിനിമാ മേഖലയിൽ ഒളിഞ്ഞും തെളിഞ്ഞും സംഘപരിവാർ സാന്നിധ്യമുണ്ട് എന്ന ഒരു ഭയങ്കരമായ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് മലയാള സിനിമയിലെ ഒരു സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ പേര് കമാലുദ്ദീൻ എന്നാണ്. പക്ഷേ ഒരു മുസ്ലിം പേരിൽ നടക്കുന്നത് അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് എന്തോ നാണക്കേട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിനാൽ അദ്ദേഹം കമൽ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കുറേ കാലം ഇയാളൊരു മതേതരനാണ് എന്ന് പ്രബുദ്ധർ തെറ്റിദ്ധരിച്ച ഒരു വ്യക്തിയാണ് ഈ കമാലുദ്ദീൻ എന്ന വ്യക്തി. പിന്നീട് ഇയാളുടെ സുഡാപ്പിസം നമ്മൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് സിനിമയിലൂടെ അയാൾ ചില ഒളിച്ചു കടത്തൽ നടത്താൻ മുൻപ് ശ്രമിച്ചിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞത്. തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ രീതിയിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെ ഒരിക്കൽ അയാൾ വിശേഷിപ്പിച്ചത് നരാധമൻ എന്നായിരുന്നു. BJP-കാരനായതുകൊണ്ട് മാത്രം സുരേഷ് ഗോപിയെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു കമൽ. അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ആ വർഗീയതയുടെ തോത് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. അയാൾ മുമ്പൊരു സിനിമ സംവിധാനം ചെയ്തിരുന്നു, മലയാള സിനിമ. ആഗതൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ദിലീപാണ് അതിൽ അഭിനയിച്ചത്. സംവിധായക ഇരട്ടകളായ സിദ്ദിഖ് ലാൽ ഉണ്ടല്ലോ, അതിലെ ലാലൊക്കെയാണ് അതിലെ വില്ലൻ വേഷം അഭിനയിച്ചിരുന്നത്. എന്തായിരുന്നു അതിൻ്റെ കഥ എന്നറിയാമോ? കാശ്മീരിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരു ആർമി ഉദ്യോഗസ്ഥൻ, അത് ഉയർന്ന ഉദ്യോഗസ്ഥൻ, മലയാളിയായിട്ടുള്ള ഉദ്യോഗസ്ഥൻ, ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു ചെറിയ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതും അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരുടെ സഹോദരൻ പിൽക്കാലത്ത് വളർന്ന് വലുതായതിനു ശേഷം ഈ ആർമി ഓഫീസറെ തേടിപ്പിടിച്ച് അയാൾക്കെതിരെ പ്രതികാരം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കഥയാണ്. അയാൾക്ക് വേറെ ഒരു കഥയും കണ്ടില്ല. ഓർത്ത് നോക്കും, ഇന്ത്യൻ ആർമിയിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനെ അവിടെ ബലാത്സംഗ വീരനായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ സിനിമയിലൂടെ കടത്തിവിടാൻ ശ്രമിച്ചൊരു സുഡാപ്പിസമായിരുന്നു. അന്ന് നമ്മൾ അയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമയുടെ അജണ്ട മനസ്സിലാക്കാതെ ദിലീപ് അതിനകത്ത് പോയി ചാടിക്കൊടുക്കുകയും ചെയ്തു. പിന്നീട് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇയാളുടെ എന്താ പറയുക, മൂടി വെച്ചിരുന്ന സുഡാപ്പിസം നമ്മൾ തിരിച്ചറിയുന്നത്. പലപ്പോഴും അയാളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അയാളുടെ ഉള്ളിലുള്ള ആ സുഡാപ്പി വിളിച്ചു കൂവിക്കൊണ്ടേയിരുന്നു, ഞാൻ സുഡാപ്പിയാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇയാൾ ഈ ഒരു വെളിപാട് പോലെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്തോ അത്ഭുതം പോലെയാണ് അയാൾ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. കുറേ കാലമായിട്ട് കേരളത്തിൽ പടച്ചു വെച്ചിരിക്കുന്ന ഒരു നെറേറ്റീവാണിത്. സംഘി അല്ലെങ്കിൽ സംഘപരിവാർ എന്നൊക്കെ പറയുമ്പോൾ അവരെ മാറ്റി നിർത്തേണ്ടതാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നെറേറ്റീവ് അവരിവിടെ കാലങ്ങളായിട്ട് പടച്ചു വെച്ചിരിക്കുന്നത്. വർഗീയത എന്നത് മതപരമായിട്ടുള്ള വർഗീയത മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള വർഗീയതയുണ്ട്. ആ വർഗീയത ഇവർക്കൊക്കെ എത്രയോ കാലമായിട്ട് കൂടപ്പിറപ്പ് പോലെ കൊണ്ടു നടക്കുന്ന സംഗതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവരൊരിക്കലും സിനിമയിലെ സുഡാപ്പിവൽക്കരണത്തെപ്പറ്റി സംസാരിക്കാറില്ല, താലിബാനിസത്തെപ്പറ്റി സംസാരിക്കാറില്ല, IS സാന്നിധ്യത്തെപ്പറ്റി സംസാരിക്കാറില്ല, ഹമാസിനെ അനുകൂലിക്കുന്നതിനെ പറ്റി സംസാരിക്കാറില്ല. അവരെപ്പോഴും സംസാരിക്കുന്നത് സംഘപരിവാർ സംഘി ഈ ഒരു രീതിയിലായിരിക്കും. ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കുക. ഇന്ത്യ മഹാരാജ്യത്ത് 3 പേരിൽ ഒരാൾ സംഘപരിവാർ, അതായത് RSSലോ RSSൻ്റെ സംഘടനകളിലോ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ അനുഭവമുള്ളവരോ ആയിരിക്കും. സംഘപരിവാറിന് RSS എന്ന മാതൃസംഘടന, തുടർന്ന് ഏതാണ്ട് 100-160ഓളം മറ്റ് സംഘടനകളുണ്ട്. ഈ സേവാഭാരതി, വിദ്യാഭാരതി തുടങ്ങി ഇങ്ങനെ കുറേ സംഘടനകളുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിലെ പ്രവർത്തകരോ അല്ലെങ്കിൽ അനുഭാവികളോ ആയിരിക്കും ഇന്ത്യയിലെ 3-ൽ ഒരാൾ. അത് കേരളത്തിലേക്ക് വരുമ്പോൾ 5-ൽ ഒരാളാവുന്നു. ഇവിടെ 20% വരെ BJP വോട്ട് പിടിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യാത്ത ആളുകളുമുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ കാണുന്ന 5 പേരിൽ ഒരാൾ ഈ സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകരോ അനുഭാവികളോ ആയിരിക്കും. അപ്പോൾ അതാണ് സമൂഹത്തിൽ തന്നെയുള്ള ഈ സംഘപരിവാറിൻ്റെ സ്വാധീനം എന്നിരിക്കെ സിനിമ മാത്രമായിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുമോ? തീർച്ചയായിട്ടും സിനിമാ മേഖലയിലുമുണ്ട്. ഈ പറയുന്ന അത്രയുമല്ല, ഇയാൾ പറയുന്ന പോലെ സാന്നിധ്യമല്ല. അവിടെ നല്ല ശതമാനം ആളുകൾ തന്നെ ദേശീയതയോട് ആഭിമുഖ്യമുള്ളവരാണ്. സുരേഷ് ഗോപി എന്താ സിനിമയിലുള്ളതല്ലേ? മേജർ രവി എന്താ സിനിമയിലുള്ളതല്ലേ? അതിന് എത്രയോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ എത്രയോ നടിമാർ തന്നെ പരസ്യമായിട്ട് NDAയുടെ ഭാഗമായിട്ട് നിന്ന് മത്സരിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഇതാ ഒരു MP, 3 MLA, ഒരു കോർപ്പറേഷൻ ഭരണമായപ്പോൾ തന്നെ മടിച്ചു നിന്ന പലരും ധൈര്യപൂർവ്വം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാൻ സംഘിയാണെന്ന്. ആ MLAമാരുടെ എണ്ണം കൂടുമ്പോൾ, സ്വാധീനം കൂടുമ്പോൾ ഈ മടിച്ചു നിൽക്കുന്നവർ തന്നെ ഉറക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. സമൂഹത്തിൽ തന്നെ 5 പേരിൽ ഒരാൾ ഈ സംഘപരിവാർ അനുഭാവികളായിട്ടുള്ളപ്പോൾ സിനിമാ മേഖല മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുമോ? പിന്നെ മാത്രമല്ല, ഇതങ്ങനെ നിരോധിക്കപ്പെട്ടൊരു സംഘടനയല്ലല്ലോ. നിങ്ങൾ സംസാരിക്കേണ്ടത് ISനെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ അതാണ് വിളിച്ചു പറയേണ്ടത്. താലിബാനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അതാണ് വിളിച്ചു പറയേണ്ടത്. ബോക്കോ ഹറാമിനെയോ അല്ലെങ്കിൽ ഈ ഹമാസിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അതാണ് വിളിച്ചു പറയുകയും ജാഗ്രത പാലിക്കണം എന്ന് പറയുക ചെയ്യേണ്ടത്. അല്ലാതെ രാജ്യം ഭരിക്കുന്ന RSSകാരെ അനുകൂലിക്കുന്നവർ സിനിമയിലുണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ വർഗീയതയാണ് അവിടെ കാണിക്കുന്നത്. അത് മതപരമായിട്ട് മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വർഗീയതയാണ്. ഇതിനെപ്പറ്റി കോൺഗ്രസ് MLA ആയിട്ടുള്ള
രമേശ് പിഷാരടി തന്നെ പറഞ്ഞിട്ടുണ്ട്, വർഗീയത എന്നത് മതപരമായിട്ട് മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടുള്ളതും. അദ്ദേഹം അതിന് RSSനെ ഒന്നും പറയുന്നില്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി ഇവിടെ പടച്ചു വെച്ചിരിക്കുന്ന ചില നരേറ്റീവ് ഉണ്ട്. ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക, RSS മേധാവിയുടെ ഒരു ചടങ്ങിൽ VC-മാർ പങ്കെടുത്താൽ അതെന്തോ മഹാ അപരാധമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് കേൾക്കുന്ന ജനങ്ങൾക്ക് തോന്നണം അയ്യോ അത് ശരിയല്ല എന്ന് തോന്നണം. ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ നരേറ്റീവ് ബിൽഡിംഗ് ഇവിടെ നടത്തി വെച്ചിരിക്കുന്നത്. അത് കാലങ്ങളായിട്ട് അങ്ങനെയാണ്. ആ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സാധനം തന്നെ പിന്നെയും കുത്തിപ്പൊക്കി കൊണ്ടുവരാനാണ് ഈ കമാലുദ്ദീൻ ശ്രമിക്കുന്നത്. പക്ഷേ അയാളുടെ ഉള്ളിലെ സുഡാപ്പിസം, അയാളുടെ മാധ്യമമായിട്ടുള്ള സിനിമയിലൂടെ ഇവിടെ കടത്തിവിടാൻ ശ്രമിച്ച സുഡാപ്പി അജണ്ട, ഇതൊക്കെ ഇപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇനിയെങ്കിലും പ്രഭുത്വർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹത്തിൽ തന്നെ നിങ്ങൾ ചുറ്റും കാണുന്ന ആളുകളിൽ തന്നെ 5 പേരിൽ ഒരാൾ BJPയോ അല്ലെങ്കിൽ RSSൻ്റെ ഏതെങ്കിലും പോഷക സംഘടനയായിട്ട് ബന്ധപ്പെട്ടവരോ അനുഭാവികളുമാണ്. അങ്ങനെയുള്ളപ്പം സിനിമ മാത്രം ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഈ സിനിമാ മേഖല എന്നത് കമാലുദ്ദീൻ്റെ തറവാട്ട് സ്വത്തോ ബാപ്പയുടെ സ്വന്തമോ ഒന്നുമല്ല. അതാദ്യം കമാലുദ്ദീൻ മനസ്സിലാക്കണം. പിന്നെ എത്ര മതേതരനായിട്ട് നടിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ സുഡാപ്പിസം ഉണ്ടല്ലോ, അതിങ്ങനെ കൂടെ തള്ളി വരിക തന്നെ ചെയ്യും. അത് ഇപ്പോൾ വളരെ വേഗം തിരിച്ചറിയപ്പെടുന്നുണ്ട്. ആ സത്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം.